ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 7 കൈറ്റ് വിക്ടേഴ്സ് സോഷ്യൽ സയൻസ് ഇന്ന് തന്ന ആക്ടിവിറ്റീസ് ആണ്. ഫസ്റ്റ് വൺ എന്തായിരുന്നു? കംപ്ലീറ്റ് ദ ടേബിൾ ആയിരുന്നു. ഏതൊക്കെയാണ് റിവോൾട്ടിൻ്റെ മെയിൻ സെൻറ്റേഴ്സ്, ആരൊക്കെയാണത് നയിച്ചിരുന്ന ലീഡേഴ്സ്. സെൻറ്റേഴ്സ് ഓഫ് റിവോൾട്ടും ലീഡേഴ്സുമാണ് ഝാൻസി റാണി ലക്ഷ്മി ബായ് ആണ്. കാൺപൂർ നാനാ സാഹിബും താന്തിയ ടോപ്പേയുമാണ്. ലക്നൗ ബീഗം ഹസ്രത് മെഹലാണ്. ഫൈസാബാദ് മൗലവി അഹമ്മദുല്ലയാണ്. ആറ കൻവർ സിംഗ് ആണ്. നെക്സ്റ്റ് പറഞ്ഞത് പ്രിപ്പയർ ആൻ ആൽബം റിലേറ്റഡ് ടു ദ ലീഡേഴ്സ് ഓഫ് റിവോൾട്ട് ഓഫ് 1857 വിത്ത് എ റൈറ്റപ്പ് ഓൺ ഈച്ച് ലീഡേഴ്സ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത നേതാക്കന്മാരുടെ ആൽബം തയ്യാറാക്കി കുറിപ്പെഴുതുക. ഇതിൽ ഞാൻ റൈറ്റപ്പ് എങ്ങനെയാണ് എഴുതുകയെന്ന് കൊടുത്തിട്ടുണ്ട്. നിങ്ങളതിൻ്റെ പിക്ചേഴ്സ് എടുത്ത് ഒട്ടിക്കുക. ഫസ്റ്റ് വൺ കൊടുത്തിരിക്കുന്നത് മംഗൾ പാണ്ഡെയാണ്. മംഗൾ പാണ്ഡെ ജനിച്ചത് 19 ജൂലൈ 1827 ആണ്. മരണമടഞ്ഞത് 8 ഏപ്രിൽ 1857 ആണ്. അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടിയിരുന്ന ഒരു മെയിൻ ലീഡറായിരുന്നു. ബ്രിട്ടീഷ് ആർമിയിൽ വർക്ക് ചെയ്തിരുന്ന ഒരു ഇന്ത്യൻ സോൾജിയർ ആയിരുന്നു, ഒരു സീപ്പോയ് ആയിരുന്നു. മാർച്ച് 29, 1857 സീപ്പോയ് മ്യൂട്ടിനി ഉണ്ടായത്. ബ്രിട്ടീഷുകാർക്ക് എതിരായിട്ട് ഫൈറ്റ് ചെയ്ത ആദ്യത്തെ സോൾജിയർ, ആ ശബ്ദമുയർത്തിയ ആദ്യത്തെ സോൾജിയർ മംഗൾ പാണ്ഡെ ആയിരുന്നു. അദ്ദേഹത്തിനൊരു ആദരവ് എന്ന രീതിയിൽ ഒരു പോസ്റ്റേജ് സ്റ്റാമ്പ് ഇന്ത്യൻ ഗവൺമെൻറ് 1984 ഇറക്കിയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് നാനാ സാഹിബാണ്. നാനാ സാഹിബ് വെൽ എഡ്യൂക്കേറ്റഡ് ആയിരുന്നു. അദ്ദേഹം സാൻസ്ക്രിറ്റിലും അതുപോലെ തന്നെ റിലീജിയസ് കാര്യങ്ങളൊക്കെ വളരെയേറെ അറിവുള്ള ഒരാളായിരുന്നു. ലാസ്റ്റ് പേഷ്വ അന്തരിച്ചതോടുകൂടി, അതായത് പേഷ്വ എന്ന് പറഞ്ഞ റൂളറാണ്, അദ്ദേഹം അന്തരിച്ചതോടുകൂടി ബ്രിട്ടീഷ് ഗവൺമെൻറ് ആനുവൽ പെൻഷൻ കൊടുക്കുന്നത് ഇല്ലാതാക്കി. അതിനെതിരെയായിട്ടാണ് നാനാ സാഹിബ് ആദ്യം പോരാടി തുടങ്ങിയത്. അദ്ദേഹം കാൺപൂരിൻ്റെ ലീഡർഷിപ്പ് ഏറ്റെടുത്തു. അത് കഴിഞ്ഞ് കാൺപൂർ അദ്ദേഹം കീഴടക്കിയതോടുകൂടി അദ്ദേഹത്തിന് സ്വയം ആയിട്ട് കാൺപൂരിൻ്റെ പേഷ്വ ആയിട്ട്, അതായത് റൂളറായിട്ട് ഡിക്ലെയർ ചെയ്തു. പക്ഷേ അദ്ദേഹത്തിന് 16 ജൂലൈ 1857 ഹാവ്ലോക്കിൻ്റെ അണ്ടറിലുള്ള ബ്രിട്ടീഷ് ആർമി അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തിനെ അവിടെ നിന്ന് നാട് കടത്തുകയും ചെയ്തു, നേപ്പാളിലേക്ക്. അവിടെ അദ്ദേഹം മരിച്ചു എന്നാണ് കരുതപ്പെടുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഝാൻസി റാണിയാണ്. റാണി ലക്ഷ്മി ബായ് എന്നറിയപ്പെടുന്നുണ്ട്. ജനിച്ചത് 19 നവംബർ 1828 മരണമടഞ്ഞത് 18 ജൂൺ 1858 മറാത്തയുടെ ക്യൂൻ എന്നറിയപ്പെട്ടിരുന്നു. ഉത്തർപ്രദേശിലുള്ള ഝാൻസിയുടെ റൂളറായിരുന്നു. റാണി ലക്ഷ്മി ബായ് ആക്റ്റീവായിട്ട് 1857 ഈ പ്രൊട്ടസ്റ്റിന് നേതൃത്വം നൽകിയിരുന്നു. മാർച്ച് 23, 1858 ബ്രിട്ടീഷ് ആർമി റാണി ലക്ഷ്മി ബായിയോട് അവർ ഭരിച്ചിരുന്ന ഝാൻസി ബ്രിട്ടീഷുകാർക്ക് ഏൽപ്പിക്കാൻ പറഞ്ഞത്. പക്ഷേ അതിനെതിരായി ഝാൻസി റാണി പോരാടുകയും പറഞ്ഞത് വി ഫൈറ്റ് ഫോർ ഇൻഡിപെൻഡൻസ് ഉള്ള ഫേമസ് ആയിട്ടുള്ള സ്ലോഗൻ പറയുകയും ചെയ്തത്. മരണമടഞ്ഞത് ജൂൺ 17, 1958 ഇന്ത്യയുടെ ഫ്രീഡത്തിന് വേണ്ടി പോരാടിക്കൊണ്ടാണ് ഝാൻസി റാണി അവരുടെ ജീവൻ വെടിഞ്ഞത്. ടോപ്പേയാണ്. റിയൽ നെയിം എന്ന് പറയുന്നത് രാമചന്ദ്ര പാണ്ഡുരംഗ് ടോപ്പെ എന്നാണ്. അദ്ദേഹം മോസ്റ്റ് നോട്ടീസബിൾ ആയിട്ടുള്ളൊരു ഇന്ത്യൻ ഫ്രീഡം ഫൈറ്റർ ആയിരുന്നു. മിലിറ്ററി ട്രെയിനിങ് ഒന്നുമില്ലെങ്കിലും ഏറ്റവും ഇഫക്റ്റീവായിട്ട് പോരാടാൻ പറ്റുന്ന ഒരു നേതാവായിരുന്നു താന്തിയ ടോപ്പെ. ബ്രിട്ടീഷ് ആർമി അദ്ദേഹത്തിന് 7 ഏപ്രിൽ 1859 ക്യാപ്ചർ ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞ വേർഡ്സാണിത്. വാട്ട് ഐ ഡിഡ് വാസ് ഫോർ മൈ മദർ ആൻഡ് ഐ ഹാവ് നോ റിഗ്രറ്റ്സ്. ഞാൻ ചെയ്തതൊക്കെ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണ്, എൻ്റെ മാതൃദേശത്തിന് വേണ്ടിയാണ്, എനിക്കതിൽ യാതൊരു റിഗ്രറ്റുമില്ല എന്നാണ് പറഞ്ഞത്. ഹി വാസ് ഹാങ്ഡ് ഓൺ 18 ഏപ്രിൽ 1859 ആൻഡ് ദ സൺസെറ്റ് ഫോർ എവർ ഓൺ ദി ഫസ്റ്റ് വാർ ഓഫ് ഭാരതീയ ഇൻഡിപെൻഡൻസ്. അദ്ദേഹത്തെ തൂക്കിക്കൊന്നത് 18 ഏപ്രിൽ 1859 നെക്സ്റ്റ് പറയുന്നത് കൻവർ സിംഗ് ആണ്. ജനിച്ചത് 13 നവംബർ 1777 മരണമടഞ്ഞത് 26 ഏപ്രിൽ 1858 അദ്ദേഹം റോയൽ ഉജ്ജയിനിയ രാജ്പൂത് ഫാമിലിയിലാണ് ജനിച്ചത്. അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് ബീഹാറിലെ പോരാട്ടങ്ങളെ നയിച്ചിരുന്നു. അദ്ദേഹം ആർമിയുടെ അല്ലെങ്കിൽ അങ്ങനെ ഒരു പോരാട്ടത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുമ്പോൾ ഏതാണ്ട് 80 വയസ്സായിരുന്നു. ഹീസ് പോപ്പുലർലി നോൺ ആസ് വീർ കൻവർ സിംഗ്. വീർ കൻവർ സിംഗ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. നെക്സ്റ്റ് വരുന്നത് മൗലവി അഹമ്മദുല്ലയാണ്. ജനിച്ചത് 1787 അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ഫൈസാബാദിൻ്റെ മൗലവി എന്ന രീതിയിലാണ്. 1857 റിവോൾട്ടിൽ മെയിൻ പങ്ക് അദ്ദേഹം വഹിച്ചിരുന്നു. അദ്ദേഹത്തിന് റിലീജിയസ് കാര്യങ്ങളിലും അല്ലാതെ ഉള്ള ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളിലും അത്യാവശ്യം ഉള്ള അറിവ് ഉള്ള ഒരാളായിരുന്നു.
മൗലവി അഹമ്മദിലെ അറിയപ്പെടുന്നത് എന്താണ്? ലൈറ്റ് ഹൗസ് ഓഫ് റിബല്യൻ എന്നാണ്. അദ്ദേഹം ഫൈസാബാദിനെ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും മോചിപ്പിച്ചു. ഫൈസാബാദിലുള്ള മോസ്കുകൾ, അതായത് പള്ളികളുടെ പരിസരമാണ് അദ്ദേഹം ഫ്രീഡം ഫൈറ്റ്സിന് വേണ്ടിയിട്ടുള്ള മീറ്റിംഗ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത്. അദ്ദേഹം ഓൾമോസ്റ്റ് 1 വർഷത്തോളം ബ്രിട്ടീഷുകാരുടെ പിടിയിൽ നിന്നും ഫൈസാബാദിനെ മോചിപ്പിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം ജൂൺ 5, 1858 അന്തരിച്ചതോടുകൂടി ബ്രിട്ടീഷുകാർ വീണ്ടും ഫൈസാബാദിനെ കീഴടക്കി. ബീഗം ഹസ്രത് മഹൽ ജനിച്ചത് 1820 മരണമടഞ്ഞത് 7 ഏപ്രിൽ 1879 ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ വലിയൊരു പങ്ക് വഹിച്ചിരുന്ന ഒരു ഇന്ത്യൻ വനിതയായിരുന്നു ബീഗം ഹസ്രത് മഹൽ. ബീഗം ഓഫ് അവധ് അല്ലെങ്കിൽ ബീഗം ഓഫ് ഊദ് എന്നാണ് ബീഗം ഹസ്രത് മഹൽ അറിയപ്പെട്ടിരുന്നത്. ഒരു റോയൽ ഫാമിലിയിൽ ജനിച്ചിട്ട് പോലും താഴേക്കിടയിലുള്ള ആൾക്കാർക്കും അതുപോലെ ജനത്തിനും വേണ്ടി പോരാടിയിരുന്ന ഒരു ധീര വനിതയായിരുന്നു. അതുപോലെ തന്നെ സീപോയ് മ്യൂട്ടിനിക്കെതിരായിട്ടും അവർ പ്രവർത്തിച്ചിരുന്നു. പിന്നെ ക്ലാസ്സിൽ പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഇതാണ്. കണ്ടീഷൻ ഓഫ് സീപോയ്സ്. ബ്രിട്ടീഷ് ആർമിയിൽ വർക്ക് ചെയ്തിരുന്ന ഇന്ത്യൻ സോൾജേഴ്സിനെയാണ് സീപോയ്സ് എന്നറിയപ്പെട്ടിരുന്നത്. അവരുടെ മേജർ ഇഷ്യൂസ് എന്തായിരുന്നു? ബുദ്ധിമുട്ടുകൾ എന്തായിരുന്നു? തുച്ഛമായ വേതനമായിരുന്നു. പ്രൊലോങ് വർക്കിംഗ് ഹവേഴ്സ്, വളരെ നേരം അവർക്ക് ജോലി ചെയ്യേണ്ടി വന്നിരുന്നു. ലീവ്സ് കൊടുത്തിരുന്നില്ല. 4th വൺ എന്താ? സ്ലേവ് ലൈക്ക് ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. അടിമകളോട് എന്ന പോലെയുള്ള പെരുമാറ്റമായിരുന്നു. ലാസ്റ്റ് വൺ എന്താ? പുവർ ക്വാളിറ്റി ഫുഡാണ് യൂസ് ചെയ്തിരുന്നത്. അതായത് അവരുടെ ഭക്ഷണത്തിൽ എല്ലുപൊടി ചേർത്തിരുന്നു എന്ന് പറയപ്പെട്ടിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഒരു സീപോയ് മ്യൂട്ടിനിക്ക് അവരെ പ്രേരിപ്പിച്ചത്. In this context, the company supplied a new type of Enfield rifle to the sepoys. There was a rumor that the cartridges to be used in this gun were greased with the fat of cows and pigs. ഇതേ സമയത്ത് കമ്പനി എന്ത് ചെയ്തു? കമ്പനി ഈ സീപോയ്സിന് പുതിയ എൻഫീൽഡ് റൈഫിൾസ് കൊടുത്തു, പുതിയ തോക്ക് കൊടുത്തു. റൈഫിൾസ് ഗ്രീസ് ചെയ്തിരുന്നത് നമ്മുടെ പശുവിൻ്റെയും പിഗ്സിൻ്റെയും ഒക്കെ നെയ്യ് കൊണ്ടാണ് എന്ന് പറയപ്പെട്ടിരുന്നു. റൂമർ എന്നാണ് പറയുന്നത്. റൂമർ എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ സ്ഥിരീകരിക്കാനാവാത്ത കഥകളെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുക? റൂമർ എന്ന് പറയുക. അപ്പം അങ്ങനെ ഒരു റൂമർ ഉണ്ടായിരുന്നു. അതിൽ നിറച്ചിരുന്നത് ഫാറ്റ് ഓഫ് പിഗ്സ് ആൻഡ് കൗസ് ആയിരുന്നു എന്ന്. Another rumor was that the bread supplied to the sepoys was made from wheat flour mixed with bone powder. പിന്നെ എന്താ പറയുന്നത്? സീപോയ്സിന് കഴിക്കാൻ കൊടുത്ത ഭക്ഷണത്തിൽ എന്താണ് ഉൾപ്പെട്ടിരുന്നത്? വീറ്റ് ഫ്ലോറിൻ്റെ കൂടെ, അതായത് ഗോതമ്പ് മാവിൻ്റെ കൂടെ എല്ലിൻ്റെ പൊടി ചേർത്തിരുന്നു എന്ന് പറയപ്പെടുന്നു. അപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം എത്ര ഒരു മിസറബിൾ ആയിരുന്നു അവരുടെ കണ്ടീഷൻ, ദയനീയമായിരുന്നു ഇന്ത്യൻ സീപോയ്സിൻ്റെ കണ്ടീഷൻ എന്ന്. This provoked them to be rebel. Mangal Pandey was the first Indian soldier to protest. എന്താണ് ഇത്? ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഇന്ത്യൻ സീപോയ്സ് ബ്രിട്ടീഷുകാർക്ക് എതിരായത്. അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്നിരുന്നത് ആദ്യം ആയിട്ട് ബ്രിട്ടീഷുകാരെ എതിർത്തത് ഇന്ത്യക്കാരനായ ഇന്ത്യൻ സോൾജറായ മംഗൾ പാണ്ഡെ ആയിരുന്നു. An organized revolt against military officials started in Meerut. Then the soldiers reached Delhi and proclaimed the ruler Bahadur Shah II as the Emperor of India. റിവോൾട്ട് തുടങ്ങിയത് ആർക്കെതിരായിട്ട്? ആർമിയിലുള്ള ഇന്ത്യൻ സീപോയ്സ് അല്ലേ റിവോൾട്ട് തുടങ്ങിയത്. അപ്പോൾ ആദ്യം അവർ എതിർത്തത് അവർ തലയ്ക്ക് മുകളിലുള്ള ഒഫീഷ്യൽസിനെയാണ്, മിലിറ്ററിയിലുള്ള ഒഫീഷ്യൽസിനെയാണ് എതിർത്തത്. പിന്നെ എന്ത് ചെയ്തു? ഇത് തുടങ്ങിയത് മീററ്റിലാണെങ്കിലും പിന്നീട് ഇവർ ഡൽഹിയിലെത്തുകയും എന്നിട്ട് ബഹദൂർ ഷാ സെക്കൻഡിനെ, അപ്പോഴത്തെ ലാസ്റ്റ് മുഗൾ എംപററായ ബഹദൂർ ഷാ സെക്കൻഡിനെ ഇന്ത്യയുടെ എംപററായിട്ട് പ്രൊക്ലെയിം ചെയ്യുകയും ചെയ്തു, അതായത് വിളംബരം ചെയ്യുകയും ചെയ്തു. ഓക്കെ, നോർത്ത് ഇന്ത്യയിലുള്ള പല സ്ഥലങ്ങളിലേക്കും ഈ ഡൽഹിയിലും മീററ്റിലും തുടങ്ങിയിട്ടുള്ള ആ റിവോൾട്ട്സ്, ആ പ്രൊട്ടസ്റ്റ് ഒക്കെ എല്ലായിടത്തേക്കും പടർന്നു കയറി. ഈ പല ദേശത്തിൻ്റെയും റൂളേഴ്സ് ആയിരുന്ന രാജാക്കന്മാരും ഇവരുടെ ഒപ്പം കൂടി. കാരണം എന്താ? അവർക്കും അവരുടെ രാജ്യം നഷ്ടപ്പെട്ടിരുന്നു. പിന്നെ റിവോൾട്ട് എങ്ങോട്ടൊക്കെയാണ് പടർന്നത്? കാൺപൂർ, ലക്നൗ, അലഹബാദ്, ഝാൻസി, അറ, ഫൈസാബാദ് എന്നിങ്ങനെയുള്ള ഇടങ്ങളിലേക്കും ആ റിവോൾട്ട് സ്പ്രെഡ് ചെയ്തു. ഇവിടെ കുറേ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ബഹദൂർ ഷായുടെ കൊടുത്തിട്ടുണ്ട്. ബഹദൂർ ഷാനെയാണ് സോൾജേഴ്സ് എല്ലാവരും കൂടി രാജാവായിട്ട് പ്രഖ്യാപിച്ചത്. മംഗൾ പാണ്ഡെ ആരാ? മംഗൾ പാണ്ഡെയാണ് നമ്മളുടെ സോൾജേഴ്സിൽ ആദ്യമായിട്ട് ബ്രിട്ടീഷുകാർക്ക് എതിരായിട്ട് ശബ്ദമുയർത്തിയത്. നാനാ സാഹിബ്, താന്ത്യ ടോപ്പെ, ബീഗം ഹസ്രത് മെഹൽ, ഝാൻസി റാണി ഒക്കെ ബ്രിട്ടീഷുകാർക്ക് എതിരായിട്ടുള്ള വാറിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്ന് പടവെട്ടിയ ആൾക്കാരാണ്. ഓക്കെ,
ഈ ലെസൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മലയാളം എക്സ്പ്ലനേഷനുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. കാണാത്തവർക്കായി ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കാം. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സിൻ്റെയും വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് കാണേണ്ടവർ ആ വീഡിയോസ് ഒന്ന് പോയി കാണുക. അപ്പോൾ നിങ്ങൾക്ക് ലെസനെ കുറിച്ച് കൂടുതൽ ഇൻഫോർമേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്ന് ക്ലാസ്സിൽ പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു.